വിശേഷങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലർക്കും ചീത്ത വിശേഷങ്ങൾ കേൾപ്പാനാണ് കൂടുതൽ സന്തോഷം. നല്ല വിശേഷങ്ങൾ കേൾപ്പാൻ ഇന്ന് പലർക്കും താല്പര്യമില്ല. കാരണം അവർ മുഖം തിരിക്കും. അവർക്ക് ദൈവികമായ കാര്യങ്ങൾ ഒന്നും കേൾക്കണ്ട. ഈ ലോകത്തിൽ സുഖമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യസുവിശേഷമാണ്. അത് സത്യസുവിശേഷം അത് ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു, ദാവീദ് എന്ന രാജാവിൻ്റെ മകനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതാകുന്നു ഞങ്ങൾ ഇന്ന് പ്രഘോഷിപ്പിക്കുന്ന സുവിശേഷം. അത് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, സ്നേഹിതന്മാരെ, അല്പസമയം ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായി നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും അതിശക്തമായി തന്നെ പോരാടുന്ന ഒരു സമയമാണിപ്പോൾ. അത് മയക്കുമരുന്ന്, മദ്യപാനം എന്നിത്യാദി കാര്യങ്ങളുടെ ഉപയോഗം ഇന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മദ്യത്തിൻ്റെ ആ കച്ചവടത്തിൻ്റെ അളവ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ മദ്യപാനം ഓരോ ദിവസവും ഇവിടെ വിറ്റ് തീർക്കുന്നത്. അതുപോലെ മയക്കുമരുന്ന് കഴിഞ്ഞ ദിവസക്കാലം 2000-4000 കോടി രൂപയുടെ മയക്കുമരുന്ന് സാമഗ്രിയാണ് പിടിച്ചെടുത്തത്. എന്നാൽ ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അറിയാതെ എത്രയോ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ നമ്മളുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. അത് ഇന്ന് മയക്കുമരുന്നിൻ്റെ ഒരു കേളിരംഗമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ കേരളം. കഴിഞ്ഞ ദിവസക്കാലം 4000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഗവൺമെൻറ് കത്തിച്ച് കളഞ്ഞത്. അപ്പോൾ ഓരോ നിമിഷവും മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് എന്താണ്? മനുഷ്യന് സമാധാനമില്ല, മനുഷ്യന് സന്തോഷമില്ലാതെ വരുമ്പോഴാണല്ലോ മനുഷ്യൻ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ആശ്രയിച്ചു പോകുന്നത്. എത്രയോ കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപാനം കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട്. അനേക കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. അനേക കുടുംബങ്ങൾ ഡൈവോഴ്സിന് വക്കിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ അനവധിയായ സംഭവവികാസങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറവിൽ നടക്കുന്നുണ്ട്. ഈ മദ്യം, മയക്കുമരുന്ന് ഇന്ന് ഉപയോഗിച്ച് അനേക കൊലപാതകങ്ങൾ, അനേക പീഡനങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മദ്യപാനമാണ്. മദ്യപിച്ച് ലക്കകെട്ട് കഴിയുമ്പോഴാണ് അവർ ഓരോ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് നിർഭയ എന്ന സഹോദരി ഡൽഹിയിൽ പീഡിക്കപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം നാം ആരും മറന്നു കളഞ്ഞിട്ടില്ല. അതിൽപ്പെട്ടവരെല്ലാം തൂക്കിക്കൊല്ലുവാൻ ഇടയായിത്തീർന്നു എങ്കിൽ തന്നെയും അന്ന് ഈ കുറ്റവാളികളോട് ജഡ്ജി ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെ സംരക്ഷിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളെ വിട്ടയക്കണമെന്നാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞത് എന്താണെന്നോ, നിങ്ങൾ അന്നേ ദിവസം കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഈ ഹീനകൃത്യം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അപ്പോൾ നോക്കണം, ഇന്ന് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെതായ എല്ലാറ്റിനും വില്ലനായി നിൽക്കുന്നത് മദ്യപാനമാണ്. ഏതൊരു കേസെടുത്ത് നോക്കിയാലും അതിൻ്റെ അവസാനം ഞങ്ങൾ അന്ന് കൂടുതലായി മദ്യപിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ്
ഈ കൃത്യം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് എന്ന് പലരും പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഈ നിൽക്കുന്ന ഞാനും ഒരു കാലത്ത് തികഞ്ഞ മദ്യപാനിയും മയക്കുമരുന്ന് അടിഞ്ഞപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ദൈവത്തിന് വേണ്ടാത്തവനായി ജീവിച്ചു. എൻ്റെ 35 വയസ്സ് വരെയും ഞാൻ മദ്യപാനത്തിന് ആസക്തിയായി ജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ 20-ാമത്തെ വയസ്സ് മുതൽ 35-ാമത്തെ വയസ്സ് വരെയും തികഞ്ഞ മദ്യപാനി എന്ന് പറഞ്ഞാൽ ദിവസം മദ്യപിച്ച് ലക്കുകെട്ട് വഴക്കുണ്ടാക്കുന്നില്ല എന്നും വരികിലും വളരെ ദ്രോഹങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനം ലഭിച്ചില്ല. പലരും വന്ന് ഉപദേശിച്ചു, പലരും വന്ന് സമാധാന വാക്കുകൾ പറഞ്ഞു. എന്നാൽ അതൊന്നും എൻ്റെ ശിരസിലേക്ക് അത് ഏൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നില്ല. കയ്യിൽ പൈസ കിട്ടിയാൽ ഉടനെ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, കഞ്ചാവ് എന്നിത്യാദി കാര്യങ്ങൾ ഉപയോഗിച്ചു. വളരെയധികം മോശപ്പെട്ട രീതിയിൽ ജീവിച്ചു. എന്നാൽ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ ഇന്ന് ഈ സായാഹ്ന സമയത്ത് എനിക്ക് ഈ പുൽവഴി ഈ കോൾപ്പടവ് ദേശത്ത് കടന്നു വന്ന് എൻ്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ആരെങ്കിലും മദ്യപാനത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ വിടുതൽ കിട്ടാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പുതുവഴി പറഞ്ഞുതരാം. ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതേ സമാധാനം എന്ന് പറഞ്ഞ് എന്നാലും അത് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയാലാണ് അല്പം സമാധാനം ലഭിക്കുക, എന്ത് കഴിച്ചാലാണ് അല്പം സമാധാനം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നട്ടും തിരിയുന്ന അനേകരെ ഞങ്ങൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? മനുഷ്യൻ സ്വസ്നേഹികളായി തീർന്നു. തന്നെയല്ല, മദ്യപാനം, മയക്കുമരുന്ന് എന്നിത്യാദി ഉപയോഗങ്ങൾ അവൻ്റെ ശിരസിനെ കേവലം ഒരു ഭ്രാന്തനെ പോലെയാക്കി. ഇന്ന് അനേകരും മദ്യം, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അനേകം തെരുവീതികളിൽ അതേ ഭ്രാന്തന്മാരെ പോലെ എരിഞ്ഞു നടക്കുന്നതായി നാം കാണാൻ തക്കണം കഴിയും. കാരണം മദ്യാന ആസക്തി അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ആസക്തി അവനെ പിടിച്ചിരിക്കുകയാണ്. അത് കിട്ടിയില്ല എന്ന് വരിയിൽ അവൻ ചില മണിക്കൂറുകൾ ഒരു ഭ്രാന്തനെ പോലെയാകും. എന്താണ് അവന് പ്രവർത്തിക്കേണ്ടത്, എന്താണ് അവന് പറയേണ്ടതെന്ന് പോലും അവനറിയില്ല. അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഇന്ന് പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, അതുപോലുള്ള കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ആ പിടിയിൽപ്പെട്ടവരാണ്. ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിലെ ആർക്കും നമുക്ക് വിടിയിപ്പാൻ കഴിയില്ല. ഈ ലോകത്തിലെ മനുഷ്യർ അല്ലെങ്കിൽ ഡോക്ടർമാരെല്ലാം മരുന്നുകൾ തരുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ശാശ്വതമായ മാർഗമല്ല. 1 കൊല്ലം 2 കൊല്ലം ഒരു പക്ഷേ അവൻ മദ്യപിക്കാതെ ഇരിക്കുമായിരിക്കാം. എന്നാൽ അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ മദ്യത്തിന് ആസക്തനായി തീരുക പതിവാണ്. അനേക ധ്യാന കേന്ദ്രങ്ങൾ സന്ദർശിച്ചാലും എവിടെയെല്ലാം പോയി നിങ്ങൾ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം കാക്ഷിച്ചാലും അതൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അവസാനം നിരാശയായി അവനെ എങ്ങനെയും മരിച്ചാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി എന്നുള്ളതായ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു മദ്യപാനിയുടെ അവസ്ഥ. എനിക്കും അത് അനുഭവമാണ്. എന്നാൽ ദൈവം ഇന്നെല്ലാം വിടുവെച്ചു. താങ്കൾക്കും ആ കുളിക്കിൽ നിന്നും വിടുവിക്കണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മദ്യാനാസക്തിയെല്ലാം വിടണം. അത് യേശുക്രിസ്തുവിനെ സംരക്ഷിതമായി സ്വീകരിക്കണം. അവൻ താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കൾ കൊടും പാപിയായിരിക്കാം, വ്യഭിചാരം ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത വ്യക്തിയായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, മടങ്ങി വരണം. മടങ്ങി വന്ന് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്.
അത് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കണം. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കൾക്ക് ഒന്നും കൊടുക്കേണ്ടതായ ആവശ്യമില്ല. അദ്ദേഹം ഒന്നും തൻ്റെ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ പണമോ സ്വർണമോ വീടോ നാടോ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയവനായ ദൈവത്തിന് നിൻ്റെ ഒന്നും ആവശ്യമില്ല. ചില ചന്ദനം തിരി കത്തിക്കുന്നു, ചില മെഴുകുതിരി കത്തിക്കുന്നു. എന്നാൽ ഈ ലോകത്തെയും ഈ ലോകത്തിൻ്റെ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയവനായ ദൈവത്തിന് താങ്കളുടെ ഒരു ചന്ദനത്തിരിയോ ഒരു മെഴുകുതിരിയോ ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആഗ്രഹിക്കുന്നത് താങ്കളുടെ ആ ഹൃദയ കവാടമാണ്. ആ ഹൃദയം യേശു ക്രിസ്തുവിന് വേണ്ടി താങ്കൾ തുറന്നു കിടത്താൽ ഇന്ന് സായാഹ്ന വേളയിൽ താങ്കൾക്ക് അവന് മകനും പ്രിയമകനും മകളുമായി തീരാൻ തക്കവണ്ണം സാധിക്കും എന്ന് കേൾക്കുന്ന മാന്യസുഹൃത്തെ, നിങ്ങൾ പറയുന്നത് സത്യമായ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം അത് സത്യമായ വചനമാണ്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും സത്യമാണ്. അതെല്ലാം നടന്ന കാര്യങ്ങളാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യവേദപുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. മറ്റേ അനേക ഗ്രന്ഥങ്ങളെ വേദപുസ്തകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ബൈബിളിനെ മാത്രമാണ് സത്യവേദ പുസ്തകം. അതിൽ സത്യമായിട്ടുള്ള മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞകാല കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തമായി ആ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സുഹൃത്തെ, താങ്കൾ ആ വിശുദ്ധ ബൈബിൾ വായിച്ചിട്ടില്ല എങ്കിൽ താങ്കൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വീട്ടിലും ഓരോ ബൈബിൾ ആവശ്യമാണ്. അതാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകരെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിൾ അതിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ വാക്കും ഓരോ വള്ളിയും പുള്ളിയും അതെല്ലാം സത്യം തന്നെയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്നേക്ക് 4000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ ഇപ്രകാരം എഴുതി, അത് നീണ്ടു നിൽക്കുന്ന മഹാവ്യാധിയും മഹാരോഗവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന്. അത് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 59-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മഹാവ്യാധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലത്ത് വന്നതായ ആ രോഗങ്ങൾ നീണ്ടു നിന്നില്ലേ? ചില വർഷങ്ങൾ തന്നെ 3 വർഷങ്ങൾ തന്നെ നീണ്ടു നിന്നു. ഇപ്പോഴും അത് മാറിയിട്ടുണ്ടോ? ഇല്ല. അത് 4000 വർഷങ്ങൾക്ക് മുമ്പ് അത് അന്ന് ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ അന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളതായ ഓരോ കാര്യങ്ങളും സത്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന മാന്യസുഹൃത്തെ, താങ്കൾ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? എങ്കിൽ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു 10 പൈസ, ഒരു നയാ പൈസ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. താങ്കൾ സ്വത്തോ അല്ലെങ്കിൽ പണമോ വീടോ മക്കളോ അത് യാതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് താങ്കളുടെ ഹൃദയമാണ്. ആ ഹൃദയ കവാടം ആ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കിടത്താൽ ഈ സമയത്ത് താങ്കൾക്ക് അവൻ്റെ മകനും മകളുമായി തീരുവന്തക്കോണം സാധിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവേ, ഞാൻ പാപിയായ ഒരുവനാണ്, പാപിയായ ഒരുവളാണ്, ഇനി പാപം ചെയ്യുകയില്ല, അവിടുത്തെ മകനായി അവിടുത്തെ മകളായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നുവോ, അവൻ്റെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വരും. ദൈവികമായ സമാധാനം കൊണ്ട് താങ്കളെ നിറയ്ക്കും, അതിൽ സന്തോഷം കൊണ്ട് താങ്കളെ നിറയ്ക്കും. ഞങ്ങളതിന് സാക്ഷികളാകുന്നു. ഒരു കാലത്ത് നിരാശയിൽപ്പെട്ട് മരണത്തെ അന്വേഷിച്ചു കൊണ്ട് നടന്ന ഞങ്ങൾക്ക് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഈ ദേശത്ത് കടന്നു വന്ന് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയുവാൻ വളരെ താല്പര്യമുണ്ട്. മാന്യ സുഹൃത്ത്, ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. നിങ്ങളാരും ജോലിയില്ലാത്തവരോ ജോലിയില്ലാതെ നടക്കുന്നവരോ ഒന്നുമല്ല. ഒരു കാലത്ത് നല്ല ജോലിയുള്ളവരും നല്ല ജോലിയിൽ ചെയ്തവരും നല്ല വ്യക്തമായ രീതിയിൽ ജീവിച്ചവരുമാണ്. എന്നാൽ ഞങ്ങളെ സ്നേഹിച്ച ആ കർത്താവിൻ്റെ സ്നേഹം പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കാരണം അത്രമാത്രം സഹായങ്ങൾ, അതേ സ്നേഹം അവൻ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. ആ കാൽവരി കുരിശിന്മേൽ നമുക്ക് വേണ്ടി ഒരു അകൃത്യാഗമായി അർപ്പിക്കപ്പെട്ടു. തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ആ കാൽവരി ചുവട്ടിൽ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ പാപത്തിൻ്റെ ഭരണഫലം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവരി കുരിശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ചു. അത് ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ടിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റെല്ലാവരും മരിച്ച് മണ്ണടിഞ്ഞ് അത് മണ്ണിനടിയിൽ കടന്നുപോയി.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്നും സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ വലത്തുവശത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ഇതാ വീണ്ടും വരാറായി. അതേ ഈ ലോകത്തിലായ സംഭവവികാസങ്ങൾ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വരവ് ഇതാ വീണ്ടും സമാഗതമായി. അതേ അവരുടെയായ ഭൂകമ്പങ്ങൾ, അക്രമങ്ങൾ, യുദ്ധങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം. എന്ന് കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ആ കർത്താവിനോട് കൂടിയതായ വാസം, ആ സ്വർഗീയ വാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ അത് മാടി വിളിക്കുന്നത്. 1, 2 അല്ലെങ്കിൽ 80, 70 വർഷം മാത്രമല്ല, കേവലം അതേ യുഗായുഗങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷത്തിന് അവസാനമില്ല, ആദ്യമില്ല. ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ ആ യുഗായുഗങ്ങൾ നമുക്ക് ആയിരിപ്പന്തക്കോണം ആഗ്രഹമുണ്ടോ? അത് കേവലം 70-80 വയസ്സ് വരെ ജീവിച്ച് കേവലം മൃഗങ്ങളെപ്പോലെ ചത്തുകെട്ട് പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് കൂടിയായ ആ സ്വർഗീയ വാസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രത്യാശയും അതുതന്നെയാണ്. നിങ്ങൾക്കും ആ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം യേശുവായി സ്വീകരിച്ച് അവനെ മാത്രം അത് ധ്യാനിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ. വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ നിങ്ങളെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. തൃശ്ശൂർ ഈ ദേശത്ത് തന്നെയുള്ള പ്രിയ റാഫേലാണ് ഇന്നിവിടെ ദൈവവചനം സംസാരിച്ചത്. തൻ്റെ ജീവിതാനുഭവമാണ് താനിവിടെ പങ്കുവച്ചത്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ ദേശത്തേക്ക് പങ്കുവയ്ക്കുവാൻ വലിയവനായ ദൈവം തന്നെ ബലപ്പെടുത്തിയല്ലോ. താന് മദ്യലഹരികളാൽ തകർക്കപ്പെട്ട് ജീവിതം തകർന്നു പോയൊരു മനുഷ്യനാണ്. 35 വയസ്സിൽ തനിക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് നിമിത്തം തൻ്റെ ജീവിതം ഇന്ന് ധന്യമായി തീർന്നു. തൻ്റെ അത്ഭുത സാക്ഷ്യമാണ് ഇവിടെ കേൾപ്പിക്കുവാനിടയായി തീർന്നത്. ഏതു മനുഷ്യനെയും വിടുവിപ്പാൻ കഴിയുന്ന അത്ഭുത സാന്നിധ്യമാണ് കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും, ആത്മരക്ഷയുണ്ടാകും. ഈ സന്ദേശം തന്നിലൂടെ ഇവിടെ പകരുവാനിടയായി. താൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷിയാണ്. കർത്താവായ യേശു തന്നെ വിടുവിച്ചതും ക്രിസ്തുയേശുവിലുണ്ടായ തൻ്റെ രക്ഷയും ക്രിസ്തുയേശുവിലൂടെ തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് ഇന്ന് ഈ ദേശത്ത് പങ്കുവയ്ക്കുവാനിടയായത്. ഞങ്ങളെ കേട്ട എല്ലാ മാന്യരായ ദേശവാസികൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, ഭാരം ഏതുമായിരുന്നാലും, നിങ്ങൾ ഏത് വിഭാഗത്തിൽ ഉള്ളയാളായിരുന്നാലും, ലോകം ചാർത്തി തന്ന ഏത് അഡ്രസ്സിനുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും യേശുവെ വിളിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഇടയായി തീരുമെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ലെന്നും ഈ തരുണത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചുകൊള്ളട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാകുവാൻ, അനുഗ്രഹപൂർണമാകുവാൻ, നന്മകളാൽ നിറയപ്പെടുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ, നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആശ്രയിപ്പാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഈ ദേശത്ത് ഞങ്ങളെ ശ്രമിച്ച എല്ലാ നല്ലവരായ ദേശവാസികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പരീക്ഷ സംബന്ധമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസത്തിനായി പരീക്ഷകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ തരിക. അവരുടെ എക്സാമുകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അവരുടെ പഠനങ്ങളിൽ ഉന്നത ജ്ഞാനം അവർക്ക് കൊടുക്കട്ടെ. മാതാപിതാക്കളുടെ ഭാരങ്ങളൊക്കെ മാറട്ടെ. കുഞ്ഞുങ്ങൾ മിടുക്കരായി സമർത്ഥരായി നന്നായി പരീക്ഷ എഴുതി ഉന്നത വിജയം കൈവരിപ്പാൻ ഇടയാകട്ടെ. ഈ ദേശവാസികളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവരുടെ വരുമാനങ്ങളെയും അവരുടെ ആരോഗ്യത്തെയും അനുഗ്രഹിക്കുന്നു. കുടുംബ സമാധാനങ്ങൾ ഉണ്ടാകട്ടെ, കലഹങ്ങൾ മാറട്ടെ, ഭിന്നതകളൊക്കെ മാറി കുടുംബം സ്വസ്ഥതയുള്ളതായി മാറട്ടെ. ദേശത്തിന്മേൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. ദേശത്തെ അന്ധകാരത്തിൻ്റെ വാഴ്ചകളും അനാചാരങ്ങളുടെ ദുഷ്പ്രവണതകളുമെല്ലാം നീങ്ങി ക്രിസ്തു യേശുവിലേക്ക് ശ്രദ്ധ തിരിക്കട്ടെ. സത്യദൈവത്തെ വണങ്ങി നിത്യജീവനെ പ്രാപിച്ച് കർത്താവേ ധന്യമായ ജീവിതത്തിന് ഉടമകളായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സശ്രദ്ധ ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാവരോടും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. ഗോഡ് ബ്ലെസ് യു.